ചക്ക അരിഞ്ഞ് കഴുകി വാരി കുരുമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മളൊരു കുക്കറിൽ വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുന്നു. നമ്മൾ ചക്ക അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് 10 മിനിറ്റ് വേവിച്ച്, അതായത് ചിലർ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും. 3 വിസിൽ വന്നപ്പം ഇറക്കി. ഇനി അതിൽ അരപ്പ് ഞാൻ ചേർക്കാൻ പോവുകയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി മുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ച്, അതായത് ഒതുക്കിയെടുക്കണം സാധാ അരപ്പിൻ്റെ ഇതിൽ. അല്പം മിക്സി കഴിയ അരപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കണം. എണ്ണ പോട്ടെ. ഇനി നമ്മൾ അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും അത് കഴിഞ്ഞ് നമ്മൾ അല്പം തേങ്ങ ചിരകി വെച്ചേക്കുന്ന കൂടെ ഇട്ട് വറുക്കും. ചുവന്ന നിറം വരുമ്പോൾ പാകമായി. ഇനി ഇത് ആ ചക്കയിലോട്ട് ഒഴിക്കണം. ഇത് അറിഞ്ഞുകൂടാത്ത ചെറിയ കുട്ടികൾക്ക് വേണ്ടി, അതായത് പുതിയതായിട്ട് അടുക്കളയിൽ കയറുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, അറിയാമെന്നുള്ളവർ ക്ഷമിക്കണം. കുറ്റവും കുറവുമൊക്കെ വരും. ആദ്യമായിട്ടാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നല്ല